ഒരു ബഹുമുഖ പ്രതിഭയുമായുള്ളൊരു അഭിമുഖത്തിനായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീദത്തൻ എന്നാണ്. സ്പ്രിംഗ്ലർ കോ എഡിറ്റർ, അതുപോലെ തന്നെ റെപ്യൂട്ടഡ് ഇൻ്റർനാഷണൽ പബ്ലിഷർ, മാക്മില്ലൻ മാനുസ്ക്രിപ്റ്റ് എഡിറ്റർ, ഓർഗനൈസറിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ, കോളമിസ്റ്റ്, IMMC ഇന്ത്യൻ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അവിടെ ഗസ്റ്റ് ലെക്ചറർ, അതുപോലെ ഇൻഡസ്ക്രോൾ എന്ന പ്രശസ്തമായ പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ. വളരെ ചെറുപ്പമാണ്, ദില്ലിയിലാണ് താമസിക്കുന്നത്. മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ ഉന്നതമായൊരു സ്ഥാനത്തെത്തിയ ഒരാളാണ് ശ്രീദത്തൻ. ശ്രീദത്തൻ അങ്ങേ നമുക്ക് വേണ്ടി സ്വാഗതം ചെയ്യും. നമസ്കാരം. അങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് തന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ഒരു കാര്യം, ഇന്ന് ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം സത്യമാണ്. അത് എത്രത്തോളം നീളുന്നോ അത്രത്തോളം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ്. നാം ഗൾഫ് ഇറാനെ തന്നെ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു ഇപ്പോഴുള്ള ഈ ഡെവലപ്മെൻറ്റ്സിനെ നമ്മൾ നോക്കേണ്ടത് ടു പുട്ട് ഇറ്റ് ഇൻ റൈറ്റ് പെർസ്പെക്റ്റീവ്. ഐ വുഡ് ലൈക്ക് ടു സേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം നമ്മൾ കാണുന്നത് ഒരു ഇമ്മീഡിയറ്റായിട്ടുണ്ടായ ഒരു ഫിനോമിനനായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ അല്ല. ഇതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ അമേരിക്ക ഒരു വിശദമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 2006 ഒരു അമേരിക്കൻ ജേണൽ ഓഫ് ആംഡ് ഫോഴ്സസ് ജേണൽ എന്ന് പറയുന്ന ആംഡ് ഫോഴ്സസ് ജേണൽ എന്ന് പറഞ്ഞ ഒരു അതിൽ ലെഫ്റ്റനൻറ്റ് കേണലായിട്ടുള്ള റാൽഫ് അങ്ങൻ്റെ പേര് പീറ്റേഴ്സൺ, ലെഫ്റ്റനൻറ്റ് കേണൽ റാൽഫ് പീറ്റേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ചിരുന്നു. അതിനകത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ മിഡിൽ ഈസ്റ്റിനെ, എങ്ങനെയാണ് അവർ ആഫ്രിക്കയെ നേരത്തെ പെൻസിൽ വെച്ച് വരയ്ക്കുന്ന പോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിലുള്ള എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് അവർ വളരെ വിശദമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഓൾറെഡി ഇറ്റ് ഈസ് ഓൾ ഇൻ പ്ലേസ്. അതനുസരിച്ചാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സിറിയയിൽ യുദ്ധം നടന്നു. സിറിയ ഓൾറെഡി വാട്ട് ദേ വാണ്ടഡ് ആ രീതിയിൽ തന്നെ അവർ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഇറാഖിനെ ദേ ഹാവ് ഡിവൈഡഡ് ഇൻറ്റു 3 ഇറാഖ്സ്. നേരത്തെ ഒരു സദ്ദാം ഹുസൈൻ്റെ കീഴിൽ ഒരു ഇറാഖ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ അത് 3 ഇറാഖായിട്ട് മാറിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇറാനും അതേപോലെ തന്നെ അവർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള പ്ലാൻ ഓൾറെഡി ഇറ്റ് ഈസ് ഇൻ പ്ലേസ്. അതനുസരിച്ചുള്ള ആ സ്ക്രിപ്റ്റ് അനുസരിച്ചുള്ള ഇത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു യുദ്ധമാണ് അവർ പ്ലാൻ ചെയ്തത്. വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇതിനകത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇറാൻ അതിനനുസരിച്ച് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പ്ലേഡ് ഇൻ ടു അമേരിക്കൻ ഹാൻഡ്സ്. അതിനനുസരിച്ച് അവരുടെ ഖൊമേനിയെ പോലുള്ള നേതാക്കന്മാർ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ പ്ലേഡ് ഇൻ ടു ദെയർ ഹാൻഡ്സ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിനകത്തിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടും നമുക്ക് വളരെ നല്ല ഒരു ബന്ധമാണ്. അതേപോലെ തന്നെ ഇസ്രായേലുമായിട്ടും ഇപ്പോൾ അടുത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് സന്ദർശിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കാർഗിൽ യുദ്ധസമയത്ത് പോലും നമ്മളെ സഹായിച്ചിട്ടുള്ള, അതായത് നമ്മൾ
അങ്ങോട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങോട്ട് തന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെയധികം രണ്ട് രാജ്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ എനർജി നീഡ്സിന് വേണ്ടി, അതായത് പെട്രോളിയം അതുപോലുള്ള നാച്ചുറൽ ഗ്യാസ് അതുപോലുള്ള പെട്രോളിയം നീഡ്സിന് ഈ യുദ്ധം നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. പക്ഷേ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീരുകയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടി അതാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഇറാനാണ്. അപ്പം കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രൂപയുടെ രീതിയിൽ തന്നെ എന്താ പറയുന്നത് ഈ വിനിമയം നടത്തുന്ന ഒരു രാജ്യം കൂടെയാണ്. അപ്പോൾ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അധികം നീണ്ടുപോകാത്തത് ഭാരതത്തെ നീണ്ടു പോകരുത് എന്നുള്ളതാണ് ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു ഇതെന്നാണ് ഒരു അഭികാമ്യമായിട്ടുള്ളത് ഒരു വസ്തുത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പം ശ്രീദത്തൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയ്ക്ക് കൃത്യമായ പ്ലാനുണ്ട്. അമേരിക്ക ലോകത്ത് എല്ലായിടത്തും പ്ലാനുണ്ട്, മിഡിൽ ഈസ്റ്റ് മാത്രമല്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ലിബിയയിൽ അതെ കേണൽ ഗദ്ദാഫി അവർ മാറ്റി. ഇറാഖിലേക്ക് വന്നു, സദ്ദാം ഹുസൈനെ അവർ മാറ്റി. ഇറാനിലേക്ക് വന്നു, ഖൊമൈനിയെ അവർ മാറ്റി. അതെ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു ആധിപത്യം സ്ഥാപിക്കുകയാണ്. ഇപ്പം അറാംകോ എന്ന് പറയുന്ന ഒരു കമ്പനി സൗദി അറേബ്യ നിറഞ്ഞ് നിൽക്കുകയാണ്. ആ ക്ലച്ചസിൽ നിന്ന് സൗദി അറേബ്യക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യം, മിഡിൽ ഈസ്റ്റിൽ പിടിമുറുക്കിയ അമേരിക്ക കേണൽ ഗദ്ദാഫിയെ അട്ടിമറിച്ചതുപോലെ, സദ്ദാം ഹുസൈനെ അട്ടിമറിച്ചതുപോലെ, അതല്ലെങ്കിൽ ഖൊമൈനിയെ അട്ടിമറിച്ചതുപോലെ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. അവരുടെ പരിമിതികളൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇറാഖ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് അവർ കടന്നു ചെന്ന്, ഇറാഖിലെ ജനതയുടെ നേതാവായിരുന്നു സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ ചെയ്ത തെറ്റുകളൊന്നും ഞാൻ മറക്കുന്നില്ല. സദ്ദാം ഹുസൈനെ അവിടെ ചെന്നിട്ട് തൂക്കിക്കൊല്ലുകയാണ് അമേരിക്ക. അപ്പോൾ ജുഡീഷ്യറി പോലും അവർ കൈവെക്കുകയാണ്. ഇറാനിലേക്ക് ചെന്നു, ഖൊമൈനിക്കെതിരെ കലാപം നടന്നോട്ടെ, ഖൊമൈനിയുടെ ഭരണത്തിനോട് എനിക്ക് വിയോജിപ്പാണ്. പക്ഷേ ഖൊമൈനിയെ മാറ്റിയിട്ട് വേറൊരു ഭരണകൂടത്തെ സ്ഥാപിക്കാൻ എന്ത് അവകാശമാണ് അമേരിക്കയ്ക്കുള്ളത്? ഞാൻ ചോദിക്കുന്നൊരു കാര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നരേന്ദ്രമോദിയെ മാറ്റി വേറെ ഒരാളെ സ്ഥാപിക്കാൻ ഇന്ത്യയിലേക്ക് അമേരിക്ക കടന്നു വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുമോ? ചേട്ടാ, സാറ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. ഇന്ന് നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരു ഭരണാധികാരി അല്ലായിരുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ ഭാരതം പല കഷ്ണങ്ങളായിട്ട് മാറിയിരുന്നേനായിരുന്നു. നമ്മൾക്കറിയാം എങ്ങനെയാണ് ഈ 1947 ഇന്ത്യ വിഭജനം നടന്നിട്ട് രണ്ട് രാജ്യമായത്. അത് ഇംഗ്ലണ്ട് തീരുമാനിച്ച അനുസരിച്ച് നെഹ്റു ഉൾപ്പെടെ, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ, അതിനകത്തിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെയാണ്, അവർ റെസ്പെക്റ്റഡ് നേതാക്കന്മാരൊക്കെയാണ്. പക്ഷേ അവരൊക്കെ തന്നെ ഇതിനകത്തിൽ ഭാഗഭാക്കായിരുന്നു. ലണ്ടൻ, ബ്രിട്ടൻ്റെ അവർ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഭാരതത്തെ വിഭജിക്കാൻ സഹായിച്ചു എന്നുള്ളത് അവരുടെ ഈ ഏഷ്യയിൽ അവരുടെ അവരുടെ ഒരു ഫുട് ഹോൾഡ് നിലനിർത്താൻ വേണ്ടി അതിനുവേണ്ടിയാണ് ഇന്ത്യയെ വിഭജിച്ചതും എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കാര്യമാണ്. അതേപോലെ തന്നെ ഇന്ന് ഇന്ത്യ പല ബാൽക്കണൈസ് പറയുന്നത്, അതായത് പല രാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാത്തതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം തന്നെ ഈ നമ്മുടെ ആയിട്ടുള്ള ബംഗ്ലാദേശിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായി. ആരാണ് അതിൻ്റെ പിന്നിൽ? അതിന് പിന്നിലും അമേരിക്കയാണ്. അവിടെ നിന്ന് ഇപ്പം വളരെ വിശ്വസ്തമായ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമന്ത്രിയെ വധിക്കാൻ തന്നെ കാരണമായിട്ടുള്ള ഇതുണ്ടെന്ന് റിപ്പോർട്ട്സ് പറയുന്നു. പക്ഷേ ആ രീതിയിൽ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരു ബാൽക്കണൈസ് ചെയ്യാതിരിക്കുന്നത്. നാളെ അമേരിക്കയുടെ അതുപോലുള്ള ഈ
മേജർ വെസ്റ്റേൺ പവേഴ്സിൻ്റെ ഒരു 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 കളിസ്ഥലമാകാൻ, പ്ലേ ഗ്രൗണ്ട് ആകാൻ ഈ നരേന്ദ്രമോദി അനുവദിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇതേപോലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ത്യ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.